ഈ സ്ഥലത്തിന്റെ പേര് വെട്ടിക്കൽ എന്ന് പറഞ്ഞല്ലോ. ഒരു കുന്നിന്റെ ഒരു വശമാണിത്. ഈ സൈഡ് വെട്ടിക്കലെന്നും വേറൊരു സൈഡ് തേവനാൽ എന്ന് പറഞ്ഞു. ഈ സ്ഥലം പഴയ കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തിയാണ്. അപ്പോ അതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ബസ് ഇറങ്ങിയോ, ബസ് നിർത്തിയിട്ടേക്കുന്നതിന്റെ റോഡ് സൈഡിലായിട്ട്, നമ്മൾ ഗ്രൗണ്ടിനകത്തായിട്ടേക്കുന്ന റോഡ് സൈഡിലായിട്ട് ഒരു കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലിനകത്ത് ഒരു സൈഡിൽ കോയിൻ എഴുതിയിട്ടുണ്ട്, അത് കൊച്ചിയെ സൂചിപ്പിക്കാൻ. ഈ സൈഡിൽ കോയിൻ എഴുതിയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ തീയൻ എഴുതിയിട്ടുണ്ട്, തിരുവിതാംകൂർ, അതിനെ സൂചിപ്പിക്കും. അതുകൊണ്ട് ഇത്തരം കല്ലുകളെ, തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളുടെ അതിർത്തിയിൽ കാണുന്ന കല്ലുകളെ കൊതിക്കൽ എന്ന് വിളിക്കും. ഇവിടെ മാത്രമല്ല, ഒരുപാടിടത്തുണ്ട്. അതിൽ ഒരു കല്ല് കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തിയായ ഈ വെട്ടിക്കല്ലിലും ഉണ്ട്. ഈ നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം പഴയ കൊച്ചി രാജ്യമാണ്. ഈ റോഡിന്റെ മറുവശം തിരുവിതാംകൂർ രാജ്യമാണ്. നമ്മളിരിക്കുന്നത് കൊച്ചി ഭദ്രാസനത്തിലും തൊട്ടപ്പുറത്തെ ഭദ്രാസനം കണ്ടനാട് ഭദ്രാസനമാണ്. ഓക്കെ, വ്യക്തം മനസ്സിലായിക്കോട്ടെ. അപ്പോ ഈ താഴ്വര ഞാൻ പറഞ്ഞല്ലോ, വെട്ടിക്കൽ താഴ്വര കൊച്ചി രാജ്യത്തും, കുന്നിന്റെ മറുവശത്തെ തേവനാൽ താഴ്വര, തേവനാൽ എന്ന് പറയുന്നത് നമുക്കൊരു പള്ളിയുണ്ട്, അതിനെക്കുറിച്ച് നമ്മളിപ്പോ കഥ പറയുമ്പോൾ പറയാം. തേവനാൽ താഴ്വര തിരുവിതാംകൂർ രാജ്യത്തുമാണ്, റോഡിന്റെ അപ്പുറത്താണ്. അപ്പോ ഈ രണ്ട് താഴ്വരകളിലും നീരുറവയുണ്ട്. നീരുറവ എന്ന് പറഞ്ഞാൽ വെള്ളം ഉള്ള കുളങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുറ്റത്ത് ഒരു സ്കൂളുണ്ട്. നിങ്ങളിപ്പോ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് വേണം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളവും ഈ സൈഡിലെ കുളത്തിൽ നിന്ന് നമ്മൾ അടിച്ചു വരുന്നത്. 9 ഏക്കർ സ്ഥലമാണ്, അതിനുള്ളിലാണ് ഈ പറയുന്നത് ഈ കുളം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തിയിൽ നോമാൻസ് ലാൻഡില് ആളില്ലാത്ത, അതായത് രാജ്യങ്ങളുടെ അതിർത്തിയിൽ 900 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടുകല്ല് കൊണ്ട് ഒരു കുരിശ് വെച്ചു. വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കല്ലുണ്ടല്ലോ, അത് നമുക്ക് ഇന്നും കാണാം. അപ്പൊ അത് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ പള്ളിയുടെ മഹായുടെ കിഴക്ക് വശത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, ഇതിപ്പോ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്കത് കാണാം. അപ്പൊ 901 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതു ഞായറാഴ്ച ദിവസമാണ് ഇവിടെ ഈ കല്ല് സ്ഥാപിക്കുന്നത്. അപ്പോ അത് ഇന്നും അവിടെയുണ്ട്. പിന്നീട് അതിന്റെ ചരിത്രത്തിന്റെ വളർച്ചയും പിന്നീട് 900 വർഷങ്ങൾക്കിടയിൽ അതൊരു 75 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുരിശ് പള്ളിയായി, പിന്നീട് അത് ഇതുപോലെ തയ്യാറായി. അതിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ അതിന് നീണ്ടു പോയി. പറയാനുള്ളതിന്റെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇവിടെ വന്ന് താമസിച്ച ചില സന്യസ്തരായ മനുഷ്യരെ കുറിച്ച് പരിചയപ്പെടുന്ന ഒന്ന്, കല്ലട പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന അന്ത്രയോസ് ബാവ എന്നറിയപ്പെടുന്ന കല്ലട അപ്പൂപ്പൻ. അദ്ദേഹം കൊച്ചിയിൽ ഇറങ്ങുകയും പിന്നീട് ഇങ്ങനെ തെക്കോട്ട് സഞ്ചരിച്ച് പ്രത്യേകിച്ച് ഇവിടെ വന്ന് മുളന്തുരുത്തി പള്ളിയിൽ താമസിച്ചു. മുളന്തുരുത്തി പള്ളിയിൽ താമസിച്ചു. പിന്നീട് വീണ്ടും തെക്കോട്ട് പോയ കൂട്ടത്തിൽ ഇവിടെ കുറെ കാലം താമസിച്ചു. ഇവിടെ താമസിച്ചിട്ടാണ് അദ്ദേഹം തെക്കോട്ട് സഞ്ചരിച്ചു. പുത്തങ്കാവിൽ പോയപ്പോ പുത്തങ്കാവ് ചക്ക കൊടുത്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചക്ക കൊടുത്തു. ചക്ക കൊടുത്തപ്പോ ചക്ക കഴിച്ചു. ചക്കയുടെ അരക്ക് കളയാൻ പഞ്ഞി വെച്ച് തൂത്താൽ മതി എന്ന് പറഞ്ഞു. പഞ്ഞി വെച്ച് തൂത്തപ്പോ അത് പഞ്ഞി അതിനകത്ത് താടി മുഴുവൻ പൊട്ടി. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പടം ഇവിടെ കാണാം. വലിയ ഗംഭീര താടിയുള്ള ഒരു കലരാപ്പൂപ്പൻ, വലിയ താടിയുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ ഒട്ടിപ്പോയി. അവരെ ശമിച്ചു എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് തെക്കോട്ട് സഞ്ചരിക്കുന്നതിനിടയിലാണ് കല്ലട എത്തുന്നതും. കല്ലടയിൽ അവിടെ മരണപ്പെട്ടു പോകാറുണ്ട്, വെള്ളത്തിൽ മരിച്ചു പോകാറുണ്ട്, അവിടെ കവറക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന സാധനം എന്താണെന്ന് അറിയാമോ? വെള്ളം കോരാനുള്ള പാളയം കയറും. ഇവിടെയും അതേ സാധനം നേർച്ച വരും. അതിന് വേറൊരു കാരണം കൊണ്ടുണ്ട്, അത് നമ്മൾ പറയും. അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീടും ഇതുപോലെ ഒരുപാട് സന്യസ്തരായ മനുഷ്യർ പാണപ്പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന തിരുമേനി, ഇവിടെ ഈ കുന്തമംഗലത്ത് കവറങ്ങിയിരിക്കുന്ന ശിവോന്മാർ ദിവന്നാസിയോസ്, നടമേൽ പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന ഗീവർഗീസ് നമ്പാച്ചൻ, പരിമല തിരുമേനി, പിന്നെ ഇതുപോലെ പ്രമുഖരായ ഒരുപാട് പേര് ഈ സന്യാസ ഭവനത്തിന്റെ റീസ് ദേവോ എന്ന് വെച്ചാൽ ദേറാക്കാരുടെ തലവൻ എന്ന നിലയിൽ ഇവിടെ താമസിക്കുകയും ഇവിടെ നിന്ന് പഠിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് മെത്രാന്മാരായി പോവുകയും ചെയ്തിട്ടുള്ളവരാണ്. അതിൽ പിന്നെ വേറെ വ്യത്യസ്തമായി ഇവിടെ താമസിച്ച് ഇവിടെ കവറങ്ങിയിരിക്കുന്ന ഒരു തിരുമേനിയുണ്ട്. അത് തൊഴിയൂർ സഭയുടെ 2ാമത്തെ മെത്രാൻ കാട്ടുമങ്ങാട് ഗീവർഗീസ് കൂർലോസ് എന്നറിയപ്പെടുന്ന തിരുമേനി. അദ്ദേഹം ഇവിടെ വന്ന് മരിച്ച് കവറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എബ്രഹാം എന്ന് പറയുന്ന അച്ഛൻ, ഈ ഗീവർഗീസ് എന്ന് പറയുന്ന അച്ഛനും ജ്യേഷ്ഠന്മാരാണ്. ഇത് രണ്ടുപേരും മുളന്തുരുത്തി, നമ്മളിപ്പോ കയറിയ മുളന്തുരുത്തി പള്ളിയിലെ അച്ഛന്മാരായിരുന്നു. അവരവിടെ താമസിക്കുന്നതിനിടയിൽ അവിടെ വന്ന് താമസം, അവിടെ കവറുകൾ കണ്ടല്ലോ നിങ്ങൾ, തിരുമേനിമാരുടെ കവറുണ്ട്. അപ്പൊ തിരുമേനിമാരിൽ ഒരാളെ ശുശ്രൂഷിച്ചത് വയസ്സായപ്പോ, മരിക്കാറായപ്പോ ആ തിരുമേനി എന്ത് ചെയ്തെന്ന് അറിയാം? ഈ കൂട്ടത്തിലെ ഈ എബ്രഹാം എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹം മിടുക്കനായിരുന്നു, പഠിക്കാൻ കുറിയാനെയൊക്കെ അറിയാൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച മെത്രാൻ
മെത്രാനാക്കി മാത്രമല്ല, അദ്ദേഹം മെത്രാനായി ഇവിടെ ഇടവുകളിലൊന്നും കയറാൻ പറ്റാതെ വന്നപ്പോ അദ്ദേഹം ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിക്കുകയും കുന്നംകുളത്തൊക്കെ പോയി താമസിച്ചു. നമ്മുടെ പുലിക്കോട്ട് തിരുമേനിയുടെ കാലത്ത് അവിടെ പോയി താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് അഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ അവരുടെ രോഗിയായ മകളെ സൗഖ്യമാക്കുന്നതിന് പേരിൽ കുറെ സ്ഥലം ദാനമായി കൊടുത്തു. അത് ഏകദേശം 500 ഏക്കറോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അഞ്ഞൂർ എന്ന് പേരായെന്ന് പറയുന്നത്. അത് തൊഴിയൂർ എന്ന് പറയുന്ന ദേശത്താണ്. അതുകൊണ്ട് തൊഴിയൂര് താമസിക്കുന്ന സഭ എന്ന നിലയിൽ തൊഴിയൂർ സഭ എന്നറിയപ്പെടുന്നുണ്ട്. അതിന്റെ ആസ്ഥാനം അഞ്ഞൂരാണ്. ഈ 500 ഏക്കർ സ്ഥലത്താണ് അവരുടെ ആസ്ഥാനം പറയപ്പെടുന്നത്. ഈ തൊഴിയൂർ സഭയുടെ മെത്രാപ്പൊലീത്തയാണ് മാർത്തോമായുടെ മെത്രാപ്പൊലീത്ത. മാർത്തോമ എന്ന് പറയുന്ന സഭയുണ്ടല്ലോ, അതിന്റെ മെത്രാപ്പൊലീത്തയെ വാഴിക്കുമ്പോൾ അവരെ വാഴിക്കാൻ വന്നു നിൽക്കുന്നത് ഈ തൊഴിയൂർ സഭയാണ്. ഈ കിഴങ്ങന്മാർ ഒക്കെ നമ്മുടെ മെത്രാപ്പൊലീത്തമാരെയും വാഴിച്ചിട്ടുണ്ട്. അത് പിന്നെ ചരിത്രത്തിന്റെ ഭാഗം, അതുകൊണ്ട് ഞാൻ അവിടെ ആ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം പറയുക. അദ്ദേഹം ഈ പറഞ്ഞ എബ്രഹാം മാർ കൂറിലോസ് അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനായ ഗീവർഗീസ് എന്ന് പറയുന്ന അച്ഛനെയും മെത്രാനാക്കി. അവർ രണ്ടുപേരും കുന്നംകുളത്ത് താമസിക്കുന്നതിനിടയിൽ അവരത് അവിടെ താമസിക്കാൻ സൗകര്യം ഇല്ലാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഈ മനുഷ്യൻ, അതായത് പ്രത്യേകിച്ച് ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെത്രാൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് കിഴങ്ങൻ ഫിലിപ്സിനോസിനെ വാഴിച്ചിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്ന് മുളന്തുരുത്തി പള്ളിയിൽ താമസിച്ചു. മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് ഒരു ഇടവം 15-ാം തീയതി അദ്ദേഹം മരിച്ചു. ഇടവം 16-ാം തീയതി അദ്ദേഹത്തെ ഇവിടെ കവറടക്കി. അപ്പൊ ഇടവ മാസത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. ഇടവ പാതിയില്ലേ പറയുന്നത്, മഴ തുടങ്ങിയല്ലോ ഇപ്പോൾ തന്നെ. അപ്പൊ ഈ മാസം, അതായത് മെയ് മാസം 29-ാം തീയതി അദ്ദേഹത്തിന്റെ പെരുന്നാൾ ഇവിടെ നമ്മൾ ആചരിക്കാൻ നോട്ടീസ് ഒക്കെ പുറത്തേടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തെ മുളന്തുരുത്തി മരിച്ച് കവറടക്കാനായി അഞ്ഞൂരേക്ക് കൊണ്ടുപോകാൻ, അവിടെ മുളന്തുരുത്തിക്കാരെ സംബന്ധിച്ച് അഞ്ഞൂരേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പെരുമഴ പെയ്തതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശവമഞ്ചം ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചെന്നും, ഈ വരുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിന് ചുറ്റും മഴ പെയ്തെന്നും ശവമഞ്ചം നനഞ്ഞെന്നും ഒക്കെ പറയുന്ന പാരമ്പര്യമുണ്ട്. അപ്പോ അദ്ദേഹത്തെ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പള്ളി, ഞാൻ പറഞ്ഞ ഈ കുരിശിന്റെ പടിഞ്ഞാറ് വശത്തായി കവറടക്കി. അദ്ദേഹത്തിന്റെ കവർ സ്ഥിതി ചെയ്യുന്നത് പിന്നീട് പള്ളി പണിഞ്ഞു വന്നപ്പോ ഇതിനുള്ളിലായി. 217 വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹത്തെ കവറടക്കുന്നത്. അത് ഈ അദ്ദേഹത്തിന്റെ തലക്കല്ല് നിൽക്കുന്നത് ഇപ്പം പരമ തിരുമേനിയുടെ തിരുശേഷിപ്പ് വെച്ചേക്കുന്നതിന്റെ തൊട്ട് പുറകിലാണ്. അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പള്ളിയുടെ ഭിത്തിക്കുള്ളിലായി പോയി അദ്ദേഹത്തിന്റെ കവർ കിടത്തി അടക്കിയേക്കാണ്. അതിനുള്ളിലായി പോയി അദ്ദേഹത്തിന്റെ കവർ. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, പാളയം കയറി ഇവിടെ നേരിച്ചു വരുന്നതിന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. നിരന്തരം കണ്ണീരോടെ. അദ്ദേഹത്തിന് കുപ്പായം നനയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ദീക്ഷ മുഴുവൻ ഒരു പാള ഉണ്ടാക്കി പാളയ്ക്കകത്ത് ഇറക്കി വെച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കയറ് കെട്ടിയിടുമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം താമസിച്ചത് ഈ വെട്ടിക്കലും തൊട്ടപ്പുറത്ത് തേമന എന്ന് പറയുന്ന 2 താഴ്വരകളിലാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും വന്ന്, അവര് നാടുകടത്തപ്പെട്ടവരായിരുന്നു, ആരെങ്കിലും വന്ന് കൊച്ചിക്കാരെങ്കിലും വന്ന് ശല്യം ചെയ്താൽ ഇവിടെ അപ്പത്തോട് ഇറങ്ങിയ തിരുവിതാംകൂറായി. തിരുവിതാംകൂറാരെങ്കിലും വന്ന് അവിടെ ശല്യം ചെയ്താൽ അവിടെ ഇപ്പത്തിറങ്ങിയ കൊച്ചിയായി. അപ്പൊ ഈ രണ്ടിടത്തും വെള്ളമുണ്ട്, അത്യാവശ്യം വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, തണലുണ്ട്. ഇതിനുള്ളിൽ ഊര കെട്ടി താമസിച്ചിട്ടുണ്ട് രണ്ടുപേരും, ഈ ജ്യേഷ്ഠനിമാർ കുറെ കാലം. അതിൽ ഇളയാളാണ് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പെരുന്നാൾ നോട്ടീസ് മനസ്സിലാണ്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ 2 പേര്, ജ്യേഷ്ഠനും അനിയനും സുറിയാനി പണ്ഡിതന്മാർ. അത് മാത്രമല്ല വൈദ്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം വൈദ്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം ഈ ദേവനാൽ പള്ളിയുടെ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വൈദ്യത്തെ ചൊറി, ചിരങ്ങ്, അതിനൊക്കെ മരുന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. അപ്പോ 217 വർഷം മുന്നെയാണ് അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ സുറിയാനി പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കായംകുളം ഫിലിപ്പോസ് എന്ന് പറയുന്ന പറഞ്ഞത്, അദ്ദേഹം അവിടെ എവിടെയാണെന്നറിയാവോ? കണ്ണങ്കോട് പള്ളിയിലാണ്. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോവാം, നിങ്ങൾ കിടന്നതുകൊണ്ട്. അപ്പോ കണ്ണങ്കോട് പള്ളിയിൽ അവിടെ ഈ കായംകുളം ഫിലിപ്പോസ് സംഭാഷൺ ഇവിടെ വന്നിരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സുറിയാനി പുസ്തകം പകർത്തെഴുതിയിട്ടുണ്ട്. ഈ പകർത്തെഴുതിയ സാധനം, സുറിയാനിയിൽ പകർത്തെഴുതിയ സാധനമാണ് പിന്നീട് ആ കായംകുളം ഫിലിപ്പോസ് സംഭാഷൺ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലെ ആദ്യത്തെ ബൈബിളായ റമ്പാൻ ബൈബിൾ ഉണ്ടായത്. അങ്ങനെയാണ്. അത് പകർത്തെഴുതിയ സ്ഥലം പെട്ടികളുടേതായ ഈ സ്ഥലവും ദേവനാൽ തലത്തിൽ മാറി മാറി എന്നാണ് അവർ എഴുതിയത്. അപ്പൊ അത് ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ബുക്കാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടുന്ന് അതിന്റെ മാതിലിൽ എഴുതിയേക്കുന്നത് വായിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ പൂനമാക്കൽ തോമാ കത്തനാർ എന്ന് പറയുന്ന നമ്മുടെ ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട രാമപുരം പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന, ഈ 2 ആഴ്ചയായതേ അദ്ദേഹം മരിച്ചിട്ട്, രാമപുരം പള്ളിയിൽ കവറങ്ങിയ അദ്ദേഹത്തിന്, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഈ വർഗീസ് വർഗീസിനെയൊക്കെ പഠിപ്പിച്ച, എന്നെ പഠിച്ചിട്ടുണ്ട്, വർഗീസ് വർഗീസിനെയും പഠിപ്പിച്ച. അപ്പൊ ആ അച്ഛൻ അയച്ചു കൊടുത്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡർ ആയിരുന്നു, ഗോൾഡ് മെഡലോട് റാങ്ക് ഹോൾഡറായി പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് വായിച്ചു കൊടുക്കാൻ. അതിന് മാത്രം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഫിലിപ്പോസ് ശംശോനോ, അതായത് ഫിലിപ്പോസ് ഷമാശനായിരുന്ന കാലത്ത് എഴുതിയതാണ്.
1775 അതിന് താഴെ തവനാൽ എഴുതിയിട്ടുണ്ടായിരുന്നു. തവനാൽ എന്ന് പറഞ്ഞാൽ തേവനാലായിരുന്നു. പക്ഷെ അവർക്ക് തവനാൽ എന്നുള്ളത് വായിക്കാൻ പറ്റില്ല. അവർ ടെമ്പിൾ എവിടെ ഈ ടെമ്പിൾ അതായിരുന്നു അവരുടെ ഒരു സംശയം. സുറിയാനിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അത് ഈ തോമ കത്തനാർ അത് വായിച്ചിട്ട് പറഞ്ഞു തവനാൽ എന്ന് പറഞ്ഞ സ്ഥലമാവാം. തവനാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? അത് പുള്ളിക്ക് വന്ന് ഈ മെയിൽ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ചത്. ഞാൻ ഈ മാർക്കറ്റ് സെമിനാരി പഠിച്ച് എന്നോട് പഠിച്ചിരുന്നു, അവിടെ സിഗറി പഠിച്ചിരുന്ന അച്ഛനോട് ഒന്ന് ചോദിച്ചു തവനാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? അപ്പോൾ അന്നേരം പറഞ്ഞ് ആട്ടുമങ്ങാട്ട് ഭാഗമായി ഒളിച്ച് താമസിച്ച തേവനാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളത് കണ്ടെത്തുന്നത്. ഓക്കെ, അത് പൊക്കോട്ടെ. അപ്പം മൂന്നാമത്തെ ഒരു ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ഫിലിപ്പോസ് റമ്പാച്ചനും ഇവിടെ വന്ന് താമസിച്ചു. പിന്നെ ഇവിടെ താമസിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് പരമല തിരുമേനി. പരമല തിരുമേനി ആ മോത്തുരുത്തി പള്ളിയിലെ വികാരിയായിരുന്നു. 12ാമത്തെ വയസ്സിൽ അച്ഛനായി വികാരിയായി അവിടെ വന്ന ആളാണ്. ഈ അവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അച്ഛന്മാരുണ്ട്. അപ്പോൾ വികാരിമാരാരാന്ന് ചോദിച്ചാൽ ഓരോ തവണയ്ക്കും വീതം എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച മുതൽ പിറ്റേ ശനിയാഴ്ച വരെയുള്ള ശുശ്രൂഷകൾക്കായി വീതം എന്ന് പറയും. ആ വീതത്തിലും ആ ഞായറാഴ്ച ആരാണോ ചൊല്ലുന്നത് അയാളായിരിക്കും വികാരി. അപ്പൊ ആ വീതം കഴിഞ്ഞാൽ അവര് സ്വന്തം വീട്ടിലേക്ക് പോകും. കല്യാണം കഴിച്ച അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് പോകും. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് താമസിക്കും. മോത്തുരുത്തി പള്ളിയുടെ കുരിശുപള്ളിയായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 1876 ഇത് മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് എഴുതി കൊടുത്തത്. അപ്പോ അന്നു മുതൽ സഭയുടെ പൊതുസ്വത്തായി ഇത് അറിയപ്പെട്ടു. പരമല തിരുമേനി 1876 മുളന്തുരുത്തി സുന്നോദോസിന് ഒപ്പം മെത്രാനായ ആളാണ്. 1876 ഡിസംബർ 10-ാം തീയതി അദ്ദേഹം മെത്രാനാകാൻ പോയത് ഇവിടുന്നാണ്, തിരിച്ചു വന്നത് ഇവിടെയാണ്. മെത്രാനായി ഇവിടെ വന്നിട്ട് തുടർന്നുള്ള 40 ദിവസം അദ്ദേഹം ഈ തട്ടിന്റെ മുകളിൽ ധ്യാനം ഇരുന്നു. ഈ പള്ളിയുടെ മുകളിൽ ഒരു തട്ടുണ്ട്, തട്ടിന്റെ മുകളിൽ ധ്യാനം ഇരുന്നു. അദ്ദേഹത്തോടൊപ്പം മലങ്കര സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാർ 7 മെത്രാപ്പൊലീത്തമാർ ഇവിടെ വന്നു നിന്നു. അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന് പറയുന്ന കുരിക്കോട്ടിൽ ദിവനാസ്യൂസ് 5-ാമനായിരുന്നു. അദ്ദേഹത്തിനും കൊല്ലം മദ്രാസിനും ചുമതല കൊടുത്തിട്ട് ഈ 7 പേരെ 7 മദ്രാസുകളുടെ മെത്രാപ്പൊലീത്തയായി തിരിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു പാത്രീസിന്റെ ലക്ഷ്യം. പക്ഷേ ഇവരിവിടെ ധ്യാനം ഇരുന്ന് 40-ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ഈ പള്ളി കൂതാ ചെയ്തിട്ട് അവരൊരു തീരുമാനം എടുത്തു. പുലിക്കോട് തിരുമേനിയുടെ കീഴിൽ ഈ ബാക്കിയുള്ള 6 മെത്രാന്മാരോട് ചേർന്ന് ഒരുമിച്ച് ഒരു സഭയായി നിലനിൽക്കും എന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് മലങ്കര സഭ ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ കാരണം. അപ്പൊ അതിനുശേഷം പരമല തിരുമേനി ഇവിടുന്ന് പരമലയ്ക്കല്ല നിർണത്തിലേക്ക് പോയി. പരമല പിന്നെ സ്ഥലം വാങ്ങി അവിടെ മരിച്ച് കറങ്ങുന്നത് അവിടെ. പരമല തിരുമേനിയാണ് 1876 ശേഷം 81 വരെയുള്ള സമയങ്ങളിൽ ഈ വെട്ടിക്കൽ ദേറാടെ ഇന്ന് കാണുന്ന ഓടിന്റെ ഭാഗങ്ങൾ മുഴുവൻ പണിത് പൂർത്തിയാക്കുന്നതിന് സഹായിച്ചതും അതിന് നേതൃത്വം നൽകിയതും. അതിന്റെ മുകളിൽ 1881 ഇത് പണി തീർത്തു എന്ന് എഴുതി വെച്ചു. സുറിയാനിയിൽ എഴുതി വെച്ചത് പരമല തിരുമേനിയാണ്. അപ്പോ പരമല തിരുമേനി കാൽ തൊട്ടതും പ്രാർത്ഥിച്ചതും കുർബാന ചൊല്ലിയതുമായ മത്ബഹായ്ക്ക് മുന്നിലാണ്. അതേ ത്രോണോസ്, ഒന്നും ചെയ്യാത്ത അതേ ത്രോണോസിന് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് ഓർക്കുക. ഇനി അത് പരമല തിരുമേനിക്ക് കാലശേഷം 1976 ഇവിടെ കണ്ടനാട് മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ജോസഫ് മാർ അപ്പൂമിയോസ് എന്ന തിരുമേനി ഇവിടെ വന്നു. ഇവിടെ താമസിച്ചു. ഇതിന്റെ ഫ്രണ്ട് മുഴുവൻ പണിത് പൂർത്തിയാക്കുന്നത് വേറൊരു ഷേപ്പാക്കി. അത് നിങ്ങൾ പടിഞ്ഞാറ് വശത്ത് വരുമ്പോൾ ഞാനത് ഫോട്ടോ കാണിക്കാം. പണിത് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ഇവിടെ കണ്ടനാട് മദ്രാസിന്റെ ആസ്ഥാനമായി പ്രഖ്യാപിച്ച് 1991 വരെ 76 മുതൽ 91 വരെ ഇവിടെ താമസിച്ചു കണ്ടനാട് മദ്രാസിന്റെ ഭരണം നടത്തി. ആ കാലയളവിൽ അദ്ദേഹം 91 ഹൃദയസ്തംഭനം മൂലം മരിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരുന്നു. 61-62 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ കർമ്മേൽ കുന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവകയിലെ കബറടക്കി. അപ്പൊ അദ്ദേഹമാണ് പരമല തിരുമേനി ധ്യാനം ഇരുന്ന മുറി. പരമല തിരുമേനി പട്ടയേറ്റ ഡിസംബർ 10-ാം തീയതി 100 വർഷം കഴിഞ്ഞപ്പോൾ 1976 പരമല തിരുമേനിയുടെ നാമത്തിൽ ഇതിന് മുകളിൽ ഒരു ചാപ്പൽ കൂടി പണിതു. അതായത് പരമല തിരുമേനി ധ്യാനം ഇരുന്ന മുറി ചവിട്ടി തേക്കണം കരുതി അത് ഒരു പള്ളിയാക്കി മാറ്റി. അപ്പൊ താഴെയും പള്ളിയുണ്ട്, മേളിലും പള്ളി. ഇതുപോലെ മലങ്കര സഭയിൽ ഒരിടത്തും പള്ളിയുണ്ട്. ഇതുപോലെ താഴെയും മുകളിലും എല്ലാ ഞായറാഴ്ചയും ഇവിടെ താഴെ കുർബാന നടക്കും. അന്നേരം എല്ലാവരും അത് സംബന്ധിക്കും. സന്യാസിമാർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുകളിൽ ഒരു തട്ട്. നിങ്ങൾ ശമോൻ ദസ്തുനി എന്നൊക്കെ കേട്ടില്ലയോ? ശമോൻ ദസ്തുനിയൊക്കെ തട്ടിന് മുകളിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലെ സന്യസ്തരായ ആളുകൾ സാധാരണ അവിടെ അധികം ആളുകൾ കയറി പോകുന്നില്ല. ഇവിടെ വരുന്നവരെല്ലാം താഴെ പ്രാർത്ഥിക്കും. സന്യാസിമാരെ അവിടെ മുകളിൽ പ്രാർത്ഥിക്കും. അതാണ് രീതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം ഈ പറയുന്ന ജോസഫ് മാർ അപ്പൂമിയോസിന് ശേഷം പിന്നീട് പല മാനേജർമാരിവിടെ വന്നു. അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ് ഇപ്പോഴത്തെ പോളികാർപ്പസ് തിരുമേനി. എൽദോ റമ്പാച്ചനായി ഇവിടെ 14 വർഷം ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഇപ്പോഴത്തെ മദ്രാസ് മെത്രാപ്പൊലീത്ത ഫീലിക്സിനോസ് തിരുമേനി ആറാട്ടുപുഴക്കാരനാണ്. അദ്ദേഹം ഇവിടെ 7 വർഷം മാനേജരായ ശുശ്രൂഷ അനുഷ്ഠിച്ചു. അതിനുശേഷമാണ് മെത്രാപ്പൊലീത്തയായി പോയത്. ഇതാണ് ഈ 28 വർഷങ്ങൾക്ക് മുന്നേ ഇതിന്റെ മുറ്റത്തൊരു സ്കൂൾ തുടങ്ങി. അപ്പോൾ ഇത് സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്ന
ഒരു ഒരു ദേവാലയമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സന്യാസിമാരെ എണ്ണം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചില്ല. അത് പരിമല തിരുമേനിയുടെ കാലശേഷം തിരുമേനിയുടെ കൂടെ താമസിക്കുന്ന ഒന്ന് രണ്ട് ഷെമാശിനോട് കവറങ്ങിയിട്ടുണ്ട്. തിരുമേനിയുടെ സെക്രട്ടറി ആയ ചാലപ്പുറത്ത് റംബാചൻ തൊട്ടപ്പുറത്ത് കവറങ്ങിയിട്ടുണ്ട്. 2006 വേറെ അത് ഇവിടെ വിവാഹിതനായച്ചനായിരുന്നു, അദ്ദേഹവും ഇവിടെ കവറങ്ങിയിട്ടുണ്ട്. ഈ കവറുകളും ഇതിലിട്ടുണ്ട്. 1918 അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്ന എല്ലാവരും കാലം ചെയ്ത് പോയ ശേഷം പിന്നീട് ദേവാ പ്രസ്ഥാനം ഇവിടെ നിന്നുപോയി. മാനേജർമാരെ കേന്ദ്രത്തിൽ നിന്ന് അയക്കുകയാണ്. അവരാണ് ഇവിടെ വന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. ഇതാണ് ഇതിന്റെ ചുരുങ്ങിയ ചരിത്രം. വളരെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. നിങ്ങൾ 901 വർഷം പഴക്കമുള്ള വെട്ടുകല്ലുകൊണ്ടുള്ള കുരിശ്. 2 കാട്ടുമങ്ങാട്ട് ലേ ബാബ എന്നറിയപ്പെടുന്ന ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയുടെ കബറിടം. 3 പരിമൽ തിരുമേനി സ്വന്തം കൈയാൽ നിർമ്മിച്ച് കൂതാശ ചെയ്ത പരിമൽ തിരുമേനിയുടെ വെട്ടിക്കൽ ദേറ പള്ളി, അതാണിത്. 4 അദ്ദേഹം ധ്യാനം എഴുതുന്ന നേരത്തെ തട്ട് എന്നറിയപ്പെടുന്ന വെട്ടിക്കലെ മേൽത്തട്ട്. ഇത് 4 നമ്മൾ കാണും. പിന്നീട് നമുക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് പരിമൽ തിരുമേനി ഇവിടെ താമസിക്കുന്ന കാലത്ത് ഉപയോഗിക്കുന്ന കട്ടിലും കസേരയൊക്കെ കാണാം. അതിപ്പോ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടൊക്കെ എന്തുകൊണ്ടാണ് അന്ന് പ്ലാസ്റ്റിക് ഉണ്ടോന്ന് ചോദിച്ചാൽ അല്ല, അന്ന് ചൂരിൽ വരുന്നതായിരുന്നു. അതെല്ലാം വെട്ടി നമ്മൾ അകത്ത് മുറി നിങ്ങൾക്ക് കാണാൻ പറ്റും. കട്ടിലേയും വെട്ടിയെടുത്ത ചൂരിലൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോ എനിവേ ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിമല തിരുമേനിയാൽ പരിമല തിരുമേനിയുടെ കണ്ണുനീര് കൊണ്ടും അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ഒക്കെ പുണ്യമായ ഒരു ഭൂമിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. മീനടത്തുനിന്ന് സെന്റ് ജോർജ് പള്ളിക്കാരോട് വരാനിടയായി. അത് പ്രത്യേകിച്ച് എന്നോട് പഠിച്ച സോണിയൻ എന്നോട് പഠിച്ച നിങ്ങൾക്കറിയാം, 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു തുടങ്ങുന്നതാണ്. അത് കൂടാതെ ഞാലിയാവഴി നേരായി അതിന് മുന്നത്തെ 3 വർഷവും 2 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ്. അങ്ങനെയും ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മീനടം വഴി ഞാൻ മാർക്കുട്ടിയച്ചനൊപ്പം പല പ്രാവശ്യം ഊട്ടിയിലേക്ക് പോയിട്ട് മീനടം വഴി പോകുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യം. പോലീസ് സേനാനത്തിന്റെ വീട് വഴി പോകുന്നത് അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. അവർ തന്നെ സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് അവിടുത്തെ തിരിച്ചു വിട്ടുപോകും രചിക്കുവാൻ. പിന്നെ അതിലും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടഭാഗമായ വർഗീസ് നീണാച്ചൻ എന്റെ ഗുരുനാഥൻ കൂടിയാണ്. സീരിയലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാനും ഇപ്പൊ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാനോ വായിക്കാനോ ഒക്കെ അവസരമുണ്ട്. ഇപ്പൊ ഞാൻ അത് PhD ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തോട് കൂടുതൽ വർത്തമാനം പറയാൻ ഒക്കെ എവിടെ വെച്ച് കണ്ടാലും ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എനിവേ അങ്ങനെയും ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ വെട്ടിക്കൽ തയ്യാറായ കുറിച്ച് പാട്ട് തയ്യാറാക്കിയത് നമ്മുടെ അല്ലാണ്ട് കുഞ്ഞു നമുക്ക് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മീനടുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. വെട്ടിക്കൽ എന്നുള്ള പേര് വെട്ടിക്കൽ എന്നുള്ള പേര് വരാൻ ഈ വെട്ടുകല്ലുകളുടെ നാടെന്നുള്ള നിലയിലാവാൻ ഒരു പക്ഷെ വെട്ടിക്കൽ എന്ന പേര് വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് മുളന്തുരുത്തി പറഞ്ഞല്ലോ, കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങൾ അതിർത്തിയാണ്. ഇനിയും ചരിത്രമുള്ളത് ഒരുപാട് കഥകളുണ്ട് അതിനെ കുറിച്ച്. ഈ സ്ഥലത്തിന് വേണ്ടി കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങളിലെ മാപ്പിളമാർ തമ്മിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരു ചരിത്രരേഖ ഇന്നത്തെ ഇപ്പോഴും ചരിത്രരേഖയായി സൂക്ഷിക്കുന്നുണ്ട്. 1700 സംതിങ്ങുകളിലാണ് 2 ഭാഗങ്ങളിലെയും മാപ്പിളമാർ ലഹള നടത്തിയെന്നാണ് രേഖകളുണ്ട്. അതുപോലെ കുറെ കഥകളുണ്ട് വെട്ടിക്കലിനെ കുറിച്ച്. ഇപ്പോഴും വെട്ടുകല്ലുണ്ട്.